എടാ നിർത്തറ താൻ ഇങ്ങോട്ടാ കയറിപ്പോന്നേ. പുറത്തെടുത്തോണ്ടാണോ? എങ്ങോട്ടാടാ ഈ കൊണ്ടുപോകുന്നത്? ഇങ്ങോട്ട് നീക്കി നിർത്താ വണ്ടി. കൊച്ചു പയ്യന്മാരാ, വെറുതെ അല്ല. രണ്ടെണ്ണത്തിനുള്ള പണി എന്റെ കയ്യിലുണ്ട്. എടാ നിനക്കൊക്കെ ഈ മഴയാണെന്നും പറഞ്ഞ വണ്ടിക്ക് ഹെഡ്ലൈറ്റ് അല്ലേടാ ഇരിക്കുന്നത്, എന്നിട്ട് നിനക്കൊന്നും കണ്ണ് കാണത്തില്ലേ? ഞങ്ങളുടെ സ്പീഡോമീറ്ററിൽ നിങ്ങളുടെ സ്പീഡ് കണ്ടായിരുന്നു. രണ്ടെണ്ണത്തിനെ 1 മാസത്തിന് ജയിലിടാൻ പോവാ. കൈക്കൂലി തരാൻ നോക്കുന്നുള്ളൂ. തന്നെയൊക്കെ ഞാൻ 2 മാസത്തിന് ജയിലിടും കേട്ടല്ലോ. ആറാ വണ്ടി ഓടിച്ച്? രണ്ടെണ്ണം ഒരുപോലെ ഇരിക്കും. ആറാ ഷിൻചാൻ? രണ്ടെണ്ണം പണിയാവുന്ന തോന്നുന്നു. രണ്ടെണ്ണത്തിന് ഞാൻ കൊണ്ട് ജയിലിടും. നിങ്ങളൊക്കെ ഗാർഡിയൻ ആരാടാ? ഏതാ? ഫ്രാങ്ക്ലിൻ ക്ലിന്റനോ? അപ്പൊ അവനെ ഇന്ന് പിടിച്ചിട്ടേ ഉള്ളൂ. ദൈവമേ, ഈ പിള്ളേരിത് എവിടെ പോയി കിടക്കണമെന്ന് ഞാൻ കുറെ നേരം ഇവിടെ നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇവരുടെ ലൊക്കേഷൻ ആണെങ്കിൽ അവിടെ ആ ഹൈവേയിലും കാണിക്കുന്നുണ്ട്. അവിടുന്ന് പിന്നെ വണ്ടി അനങ്ങൊന്നുമില്ല. ഇവിടെ ചോപ്പ നിനക്ക് അമ്മാരുടെ വല്ല മണം വല്ലതും കിട്ടി? അമ്മാര് വല്ല ഇങ്ങോട്ട് കയറിയെന്നു തോന്നി. എന്താ ദൈവമേ, ഇനി ഉമ്മാരിപ്പോ വരുമോ? എന്തായാലും നമുക്ക് നോക്കാണോ ചോപ്പേ? ഞാനെന്തായാലും പോയിട്ട് കിടക്കുമോ എന്തായാലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നാണെങ്കിൽ നമ്മുടെ ഷിൻചാനും കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ടൂറിന് വിട്ടാണ്, ഷിൻചാനും പിഞ്ചാനും. അപ്പോൾ ഇത്രയും നേരമായിട്ട് അവന്മാർ വരുന്നില്ല ഗൈസ്. എന്താ കാരണം ഒന്നും അറിയത്തില്ല ഗൈസ്. നമുക്ക് എന്തായാലും രാവിലെ അവന്മാർ വരുമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്, നല്ല അവന്മാർ അറിയത്തുള്ളൂ. അയ്യോടാ, എനിക്കാണെങ്കിൽ ഇവിടെ നിന്നിട്ട് കലിയും കയറുന്നുണ്ട്. അമ്മമാരാണെങ്കിൽ നാളെ രാവിലെ വരത്തുള്ളെന്നും പറഞ്ഞ് എന്നിട്ടാണ് അമ്മമാർ ഹൈവേയിലും വന്ന് പ്രാന്തളകുന്നു. എൻ്റെ ഫോണിൽ അലേർട്ട് വന്നു. ഈ സിമ്മാരുടെ കയ്യിൽ വാച്ചുണ്ട്, അതുകൊണ്ട് ഈ മനസ്സിൽ അന്നേരം ആണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഭയങ്കര മഴ. അതിൻ്റെ ഇടയ്ക്കുമാർ വല്ല വണ്ടി വല്ലതും മറിഞ്ഞോ ദൈവമേ. ഒന്നാമതെ കൊച്ചു പയ്യന്മാരാണ്, പോലീസ് വല്ലതും പൊക്കിക്കഴിഞ്ഞാൽ തീർന്ന്. അപ്പോൾ ഗൈസ് ഇപ്പോൾ സമയം നോക്കി ഗൈസ് 1:12 എൻ്റെ പൊന്നോ, കിണ്ണ മഴ, ഭയങ്കര മഴ എൻ്റെ പോനെ. എന്തായാലും നമുക്ക് ബെഡേലും കാര്യങ്ങളൊക്കെ കയറി കിടക്കാം ഗൈസ്. അവന്മാരെപ്പോഴേലും വരട്ടെ. ഗായ്സ് രാവിലെയായി എൻ്റെ അമ്മോ. ഓക്കെ ഗായ്സ്, നിലത്ത് മുഴുവൻ വെള്ളം ഗൈസ്. എനിക്ക് തോന്നുന്നു രാത്രി മുഴുവൻ മഴയായിരുന്നു എന്ന് തോന്നുന്നു. എൻ്റെ പൊന്നോ, ഇവിടെ മുഴുവൻ വെള്ളം ഗൈസ്. എൻ്റെ മോൻ്റെ സോഫയൊക്കെ നനഞ്ഞു പോയി. കുഴപ്പമില്ല, അത് ഉണങ്ങിക്കോളും. ചോപ്പേ, അമ്മമാർ വല്ലതും വന്നോടാ? ഇല്ല ഫ്രാങ്ക്ലിൻ ബായ്, അമ്മമാർ വരികയില്ല. വേറെ എന്നെ വിളിക്കുന്നത്, എടുത്തു നോക്കാം. ഹലോ ഹലോ, ഫ്രാങ്ക്ലിൻ ക്ലിന്റൺ അല്ലേ? അതെ സാറേ, എന്താണ്? താങ്കളുടെ ഒരു 5 വർഷം മുമ്പ് കളഞ്ഞ ഒരു സൈക്കിൾ. എന്തോ? എത്ര വർഷം? 5 വർഷം സാറേ. 5 വർഷം മുമ്പ് എനിക്ക് സൈക്കിൾ ഉണ്ടായിരുന്നു സാറേ. സാറാണ് കംപ്ലൈന്റ് എഴുതി തന്നത്. 5 വർഷം മുമ്പ് കാണാൻ സൈക്കിൾ കിട്ടിയിട്ടുണ്ട്. എടാ, എനിക്കൊന്നും വേണ്ടോ സൈക്കിള്? എന്റെ പൊന്നു സാറേ, അങ്ങനെ പറഞ്ഞൊന്നും പറ്റത്തില്ല. ഇവിടെയാണെങ്കിൽ ഒന്നാമതെ വണ്ടികൾ കൊണ്ട് നിറഞ്ഞെടുക്കുക. വേണേ വന്ന് എടുത്തോണ്ട് പോകും. സാറേ, എനിക്ക് ആ സൈക്കിൾ വേണ്ടെന്ന്. 5 വർഷം പഴക്കമുള്ള സൈക്കിൾ ഞാൻ കാണിക്കാനാണ്. സാറേ വന്ന് എടുത്തോണ്ട് പോകുന്നുണ്ടോ ഇല്ലയോ? അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് ഡെലിവറി ആകും, പിന്നെ അതിന്റെ കൂടെ ചാർജ് മേടിക്കും കേട്ടോ. വേണ്ട വേണ്ട വേണ്ട, ഞാൻ വന്നോളാം. എൻ്റെ ദൈവം സാറേ, അപ്പം ഞാൻ ഓർക്കുന്നില്ല സാറേ. ശരിക്കും സത്യമാണല്ലോ അല്ലേ? ഫ്രാങ്ക്ലിൻ ക്ലിന്റൺ തന്നെയാണല്ലോ അല്ലേ? അതേടോ. ശരി എന്നാ, ശരി സാർ, വരാം വരാം വരാം. എൻ്റെ ദൈവമേ ഗൈസ്, എന്തായാലും പോവാ.
ഞാൻ പോലും ഓർക്കുന്നില്ല. ഇപ്പം ആ കൈകളൊക്കെ തുരുമ്പിച്ച് പോയി കാണും. എൻ്റെ ദൈവമേ, എനിക്കാണ് ഓർമ്മയില്ല. നിഴല് വരെ എനിക്കിട്ട് പണിയാൻ തുടങ്ങി. എൻ്റെ കൈ പോലും കാണാനില്ല. എന്നാലും ആ ഷിഞ്ചാനും മിഞ്ചാനും എന്താണോ വരാത്തെ? എൻ്റെ വണ്ടി അമ്മറയിലാണോ? ഞാനിപ്പോൾ പോയാൽ സൈക്കിള് എടുക്കാൻ പോകണം. എന്തായാലും പോയൊക്കെ സൈക്കിള് കിട്ടുകയല്ലേ. സൈക്കിളെങ്കിൽ സൈക്കിള്. എന്തായാലും ഒന്ന് കുളിച്ചിട്ടൊക്കെ പോവായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി നനഞ്ഞു വന്നിട്ടാന്ന് തോന്നുന്നു. ചെറിയൊരു പനിക്കോള് പോലുണ്ട്. എന്തായാലും പോയി നോക്കാം ഗൈസ്. ഇതിൻ്റെ അകത്ത് ഇറങ്ങില്ല. ഇത് നല്ല ചൂടുള്ള ഗൈസ്. ഇപ്പം കുറച്ച് ആശ്വാസമായി. കാലെങ്കിലും ഒന്ന് നനഞ്ഞു കിട്ടി. അവിടെ ചോപ്പൻ ഞാനൊന്ന് എൻ്റെ സൈക്കിൾ മേടിച്ചോണ്ട് വരാം കേട്ടോ. പ്രായമായിക്ക് സൈക്കിളിലല്ലോ. എടാ, അത് 5 വർഷം മുമ്പുള്ളൊരു സൈക്കിള്. മറ്റേ പച്ച സൈക്കിള്. പച്ച സൈക്കിളോ? പച്ചയാണോടെ? ആർക്കറിയാം. അപ്പം എന്നാ ശരിയെന്നാ ഞാൻ പോവാണ്. എന്തായാലും മഴയൊക്കെ പോയി. അതൊരാശ്വാസം. പിന്നെ എന്തായാലും പോയേക്കാം. എടാ ശരിയെന്നാ ചോപ്പേ, ഞാനെന്നാ പോയേക്കുവാ. ശരി ഫ്രാങ്ക്ലിൻ ബൈ. ഈ എന്നൊരു കോട്ടിനൊന്നും വേറെ എവിടെ തന്നെ നിൽക്കുന്നത്? ഫ്രാങ്ക്ലിൻ കൂട്ടി കയറി കഴിഞ്ഞാൽ അമ്മാനെ തൂക്കും. ശരി ഒന്ന് അമ്മാര് വരുവാണ് എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞേ. ഫ്രാങ്ക്ലിൻ ബൈ ഞാൻ അങ്ങനെ വിളിക്കാനുള്ളൂ. ശരിയാണല്ലോ. എന്നാ ശരി, ഞാൻ പോവാ. ഓക്കെ ഗൈസ്, നമുക്കെന്നാ പോയി ആ ഒരു സംഭവം എല്ലാം സൈക്കിൾ എടുത്തോണ്ട് വരാം ഗൈസ്. ഓക്കെ, നമുക്കാണെങ്കിൽ ഇനിയിപ്പോൾ ഒരു ടാക്സി വിളിക്കാം ഗൈസ്. എന്നാലല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. എൻ്റെ വണ്ടി അമ്മാറയിലല്ലേ. ഓക്കെ, ടാക്സി കമാൺ. ടാക്സി ഇപ്പോൾ വരുമായിരിക്കും. നോക്കാം ഗൈസ്. പതുക്കെ ഇവിടെ നിൽക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ വരുന്നതായിരിക്കും. നോക്കാം ഗൈസ്. ടാക്സി വരാൻ ഗൈസ് വന്നു. ടാക്സി വന്നു. ഓക്കെ ചേട്ടാ, മറ്റേ ഇങ്ങോട്ട് പോട്ടെ. നമ്മുടെ സ്ഥലം പോലീസ് സ്റ്റേഷൻ. പോട്ടെ. ഓക്കെ ടാക്സിക്ക് വന്ന് സത്യം പറഞ്ഞാൽ ഒരു കണക്കിട്ട് സുഖമാണ് ഗൈസ്. ടാക്സിക്കാരനാണെ പോലും എല്ലായിടത്തുനിന്നും ഓടിയാണ് ഗൈസ്. എൻ്റെ പൊന്നു ടാക്സിക്കാരെ, ഇച്ചിരി സ്പീഡിലൊക്കെ ഒന്ന് പോവോ? എൻ്റെ പൊന്നു ചേട്ടാ, ഒന്ന് സ്പീഡിൽ പോയി വണ്ടി ഇടിപ്പിക്കാൻ സ്പീഡിൽ പോകാൻ പറ്റുമോ? എടോ ഇച്ചിരി സ്പീഡിൽ പോടോ. ഇയാളെ കൊണ്ട് ഞാൻ ഗൈസ്, നമ്മളാണ് ഇവിടെ വന്നിട്ടുണ്ട്. പുള്ളിക്കാണ് $72 കൊടുത്തു. എൻ്റെ ദൈവമേ, എൻ്റെ വണ്ടിയും കൊണ്ടുപോയി. ഒരു മിനിറ്റ് ഗൈസ്, അവിടെ അതൊരു മഞ്ഞ വണ്ടി ഗൈസ്. അത് എൻ്റെ വണ്ടിയല്ലേ ഗൈസ്? എൻ്റെ വണ്ടി അല്ല ഗൈസ്, അത് എൻ്റെ വണ്ടിയൊന്നും അല്ല. അത് എനിക്ക് തോന്നുന്നു ഗൈസ്, അത് എനിക്കൊന്ന് നമ്മളെ കൊണ്ട് വണ്ടി വേറെ ആർക്കും ഉണ്ട് ഗൈസ്. ആയിരിക്കും, വേറെ വണ്ടി ആയിരിക്കും ഗൈസ്. എന്തായാലും ഇവിടെ പുള്ളിയൊന്നുമില്ല. ഹലോ, പുള്ളിയൊന്നുമില്ല. എടോ സാറേ, അപ്പം പിന്നെ നമ്മുടെ സൈക്കിളിൻ്റെ കാര്യം? ഫ്രാങ്ക്ലിൻ ക്ലിൻ്റൺ ആണല്ലേ? അതെ സാറേ. അതെ സാർ, ഞാനാണ് ഫ്രാങ്ക്ലിൻ. വണ്ടി എവിടെയായിരുന്നു സാർ? എടോ, അതാ ഗ്യാരേജിലുണ്ട്, വേണേ പോയി നോക്കിക്കോ. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. എന്തായാലും നമുക്ക് ഗ്യാരേജിൽ പോയി നോക്കാം ഗൈസ്. പുള്ളി പറഞ്ഞ് നമ്മളോട് ഗ്യാരേജിൽ പോയി സൈക്കിൾ നോക്കിക്കോളാനാണ്. നോക്കാം ഗൈസ്. പോലീസുകാരൻ പിടിക്കുമോ? ആ വണ്ടി കണ്ടിട്ട് എൻ്റെ വണ്ടി പോലെ തന്നെ തോന്നുന്നുണ്ട്. അവർ ഷിഞ്ചാനും കൊണ്ടേക്കല്ലേ ആ വണ്ടി. ഓക്കെ, ഇതാണ് അവർ പറഞ്ഞ സൈക്കിള്. ബാക്ക് ടയറിൻ്റെ അവസ്ഥ കണ്ടോ? ചെയിനില്ല, പെഡലില്ല, ഒന്നാമത് പീക്കൊരു സൈക്കിള്. പിന്നെ ഫ്രണ്ട് ടയറില്ല, ബ്രേക്കില്ല. ഗൈസ്, ഇത് പണിതെടുക്കുമ്പം അങ്ങനെ കാണുമ്പോൾ എനിക്കൊരു പുതിയ സൈക്കിൾ വാങ്ങിക്കാം ഗൈസ്. എൻ്റെ കർത്താവേ, ഈ സീറ്റ് ഇരിക്കുന്നുണ്ടോ ഗൈസ്? ഓപ്പോസിറ്റ് ഡയറക്ഷനൊക്കെ.
എനിക്ക് വേണ്ടെന്ന് ഞാൻ പോയി പറയാൻ പോവാണ്. പക്ഷെ ഈ വണ്ടി കണ്ടിട്ട് എൻ്റെ പോലെ തന്നെ തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ആലോചിക്കാം. എടോ സാറേ, എനിക്കതൊന്നും വേണ്ട. സോറി സാറേ, അത് പിന്നെ കലിപ്പ് കാരണം പറ സാറേ. നിന്റെ കലിപ്പ് കുറെ കൂടുന്നുണ്ട്. അല്ല, നിന്റെ ആരോ അവിടെ താഴെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടല്ലോ. താഴെയോ? അങ്ങനെ വരാൻ വഴിയില്ല സാറേ. എന്തായാലും നീ എന്തായാലും ആ വണ്ടി എടുത്തോണ്ട് പോണം. വണ്ടി എടുത്തോണ്ട് പോവാനാ? ആ വണ്ടി എനിക്ക് വേണ്ട. നീ മര്യാദയ്ക്ക് താഴെ പോയി ഒപ്പിടുന്നോ അല്ലെ നിന്നെ ഞാൻ ചവിട്ടി ഓടിക്കണം. ശരി സാറേ. ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ താഴെ പോയിട്ട് ഒരൊപ്പം കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വരാം. എന്നാലേ വണ്ടി കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ ആരാണ് ഈ സെല്ലിൻ്റെ അവിടെ ഉള്ളത്? അങ്ങനെ വരാൻ വഴിയൊന്നുമില്ല സാറേ. ഈ ഒപ്പിടാൻ വേണ്ടി ഫ്രാങ്ക്ലിൻ ക്ലിൻ്റൺ. അത് ഇവിടെ തന്നെ ഇവിടെ ഒപ്പിട്ടിട്ട് അങ്ങ് പോക്കോ. പിന്നെ ഇവിടെ ഈ പേപ്പറിൽ അത്രേ ഉള്ളൂ. ഒപ്പിട്ടോ സാറേ. അപ്പം പിന്നെ ഓക്കെ സാറേ. ഓക്കെ സാറേ, ഞാനെന്നാ പോവാ. എടാ പോലെ നിന്റെ ആരാണ്ട് ഇവിടെ ഉണ്ട്. അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോ. എൻ്റെ ആരാണ് ഇവിടെ ഉള്ളത്? എന്തായാലും പറഞ്ഞല്ലോ, ഇതൊന്ന് പോയി നോക്കാം. സാറേ, എൻ്റെ ആരാണ് ഇവിടെ? എടാ, 2 കുഞ്ഞു പിള്ളേരും കൂടെ പോയി നോക്കണം. കുഞ്ഞു പിള്ളേർ? സാറേ, ഞാൻ പോയി കണ്ടോട്ടെ. നോക്കണം. ദൈവമേ, പണി കിട്ടിയെന്നാണ് ഈ തോന്നുന്നു. ഷിഞ്ചാനും മിഞ്ചാനുമാണോ? പരട്ടകളെ നിങ്ങളൊന്നും എങ്ങനെയാണ് ഇവിടെ വന്നത്? ഫ്രാങ്ക്ലിൻ ഭായ്, ഞങ്ങളാണെങ്കിൽ പോലീസുകാർ ബാരിക്കേഡ് അടിച്ച് ചേർപ്പിച്ച്. താൻ അവന്മാരെ അറിയോടോ? ഇല്ല സാറേ, ഞാൻ അവന്മാരൊന്നും അറിയത്തില്ല. അവന്മാരെ ഏതോ കൊച്ചു പിള്ളേർ. ഫ്രാങ്ക്ലിൻ ഭായ് മിഠായിച്ചോടോ. എന്തുവാടോ? ഒന്നുമില്ല സാറേ, ഞാനാണെങ്കിൽ ചുമ്മാ ആണെങ്കിൽ ഒരു പിന്നെ പോണോന്ന് ആലോചിക്കുമായിരുന്നു. പോടോ, ഇറങ്ങിപ്പോടോ. നിൻ്റെ സൈക്കിളിൽ ഞാൻ ഒപ്പിട്ടില്ലേ? പോടോ, ഇനി പോടോ. എൻ്റെ ആരും അല്ലേ, ഇറങ്ങിപ്പോക്കോ. തൻ്റെ ആരേലും ആയിരുന്നെങ്കിൽ തന്നെയും കൂടെ ഞാൻ ഇവിടെ പിടിച്ചിട്ടേനെ. അയ്യോ സാറേ, എന്നാൽ പിന്നെ ഞാൻ പോവാണ്. എനിക്കെന്തിനാണ് ഇല്ലാത്ത കേസൊക്കെ? ഞാൻ പോവാണ്. ദൈവമേ ഗൈസ്, രക്ഷപ്പെട്ടു. ദൈവമേ. അപ്പോൾ ആ പുറത്ത് കടന്ന വണ്ടി ഗൈസ്, അത് എൻ്റെ വണ്ടിയാ. സാറേ, ഒന്നുമില്ല സാറേ. എൻ്റെ ദൈവമേ സാറേ, പോണേ. എൻ്റെ ദൈവമേ ഗൈസ്, അത് എൻ്റെ വണ്ടിയാണ്. എൻ്റെ വണ്ടി ഗൈസ്. നമുക്ക് നമ്പർ പ്ലേറ്റ് നോക്കാം ഗൈസ്. അത് തന്നെ 908 ഗൈസ്. അത് എൻ്റെ വണ്ടി തന്നെ. ഇവന്മാരെ ഞാൻ ഇന്ന് ശരിയാക്കി തരും. 1 മാസം കഴിയാൻ എനിക്ക് എൻ്റെ വണ്ടി പോലും കിട്ടത്തില്ല. ഞാനീ അങ്ങനെ വീട്ടിൽ പോവും. ഒരു കാര്യം ചെയ്യും ഗൈസ്, നമുക്ക് നമ്മുടെ സ്ഥിരം തൊഴിൽ പുറത്തെടുത്താലോ? പഴയ വണ്ടിക്കൊന്ന് വേണ്ട. എൻ്റെ അമ്മ വേണ്ട. പോലീസുകാരുടെ മുമ്പിൽ വെച്ച് എൻ്റെ അമ്മ രക്ഷപ്പെട്ട്. മോളിൽ നിന്ന് വല്ല വണ്ടി എടുത്തുകൊണ്ട് പോകാം ഗൈസ്. ഇവിടുന്നേ പിടിക്കണ്ട. ഇച്ചിരി അങ്ങോട്ട് കയറി പോട്ടെ, എന്നിട്ട് നമുക്ക് എടുക്കാം ഗൈസ്. പോട്ടെ. ഈ വണ്ടി ഒന്ന് എടുത്തോണ്ടൊന്ന് പോയി കഴിഞ്ഞാലേ വീട്ടിലൊന്നും എത്തുകയില്ല. ഈ വണ്ടി പിടിക്കാം. അല്ലേ വേണ്ട, അത് പിടിക്കാം. ഇതോ, പക്ഷേ ആ വണ്ടി പോയി. ഈ വണ്ടി പിടിച്ചാലോ? വേണ്ട. ഈ വണ്ടി വേണ്ട. പിന്നെ അതേത് വണ്ടിയാണോ വരുന്നത്? ഇത് പിടിക്കാം ഗൈസ്. ഇത് കുറച്ചുകൂടെ സ്പീഡ് കിട്ടും വണ്ടിക്ക്. ഇറങ്ങിപ്പോടോ. ഓക്കെ ഗൈസ്, വിഷയമാക്കിയിട്ടുണ്ട്. പോട്ടെ. കണ്ടോ ഗൈസ്, വിഷയം വണ്ടിയല്ലേ? ലുക്കില്ലെന്നേ ഉള്ളൂ. എഞ്ചിനൊക്കെ നല്ല കിണ്ണം പവറാണ്. അതുകൊണ്ട് നമ്മൾ ഈ വണ്ടി തന്നെ എടുത്തത്. എൻ്റെ അമ്മോ. ഓക്കെ, നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പറപ്പിച്ചടിച്ച് പോവാം ഗൈസ്. അല്ലേ പിന്നെ പുറകിന് പോലീസ് എത്തുന്നതിന് മുമ്പ് നമുക്ക് പോകാം. എനിക്ക് തോന്നുന്നു ഈ അവന്മാർ നമ്മുടെ പേരൊന്നും പറഞ്ഞിട്ടില്ലെന്ന്. അതോ അവന്മാരെ പിടിച്ച പോലീസുകാരൻ ഇവിടെ ഇല്ലേ? അത് വല്ലതും ആയിരിക്കും. അല്ലാതെ നമ്മളെ പിടിക്കാതിരിക്കാൻ വഴിയൊന്നും ഇല്ല. നമ്മളാണെ ഒന്നാമതേ നോട്ടപ്പുള്ളിയും കൂടെ ആണ്. കുഴപ്പമില്ല. ഡോഡ്ജ് വണ്ടി സീൻ ഗൈസ്. ഡോഡ്ജ് സാധനമൊക്കെ അവനെ അടിച്ച് താഴെയിടാം. അപ്പോൾ പിന്നെ വിഷയമില്ല. ഇറങ്ങിപ്പോടാം. ഓക്കെ, അവനെ അടിച്ച് താഴെയിടുന്നുണ്ട്. ഒരിടിയും കൂടെ വേണം നിനക്ക്. ഒരിടി, അത്രയേ ഉള്ളൂ ഗൈസ്. ഒരു ഡോഡ്ജും കാര്യങ്ങളുമൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടി. ഓക്കെ, എൻ്റെ മോനെ വിഷയം ഡോഡ്ജ്. ഇതുകൊണ്ട് നമ്മുടെ ഗ്യാരേജിൽ കയറ്റിയിടാം ഗൈസ്.
എൻ്റെ അമ്മോ ഇപ്പം ഡോഡ്ജ് ആയനെ. ഓക്കെ ഗൈസ്, നമുക്കെന്തായാലും ഇനി ഷോർട്ട് കട്ട് പിടിച്ച് വീട്ടിലേക്കും പോവാം. എന്തൊരവസ്ഥയാണ് ഗൈസ്, രാവിലെ തൊട്ട് എനിക്ക്. പക്ഷെ അമ്മ രാവിലെ വരുമെന്നല്ലേ ഗൈസ് പറഞ്ഞത്, അപ്പോൾ പിന്നെ എങ്ങനെ രാത്രിയിൽ ബാരിക്കേഡ് ചേർത്തേ? എൻ്റെ പൊന്നുമാരൊന്നും പറയാതിരിക്കുന്നതാണ് ഭേദം. ഡോഡ്ജ് കാട്ടിക്കയറി. എൻ്റെ പൊന്നു ഗൈസ്, ഈ വഴിയെല്ലാം കൂടെ ഇങ്ങനെ കിടക്കുന്ന. ഡോഡ്ജ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഗ്യാരേജ് എത്തുമ്പോഴത്തേനും ഒരു പണിയാവും. പോയി പൂച്ച്. എൻ്റെ പൊന്നോ, ഇത് ഭയങ്കര സ്പീഡാണ് ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ ഒരു ചെറിയ പണിയും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എന്നാന്ന് മനസ്സിലായോ ഗൈസ്? आके ला दे मीट फ्रैंकलिन द इलेक्ट्रीशियन। सही लग रहा है कपड़े तो मेरे पे। कोई गार्ड वार्ड था नहीं यहाँ पर तो आसानी से चला गया। पता नहीं गार्ड का रूम क्यों है जब कोई गार्ड ही नहीं है। लगता है आज बंद है ये, क्योंकि कोई वर्कर्स भी नहीं थे। तो ये रहे मेरे इलेक्ट्रीशियन वाले कपड़े। और अब मेरे को थोड़ा दाढ़ी वगैरह कुछ लगाना पड़ेगा यार नकली, तभी तो वो लोग मेरे को पहचानेंगे नहीं, वरना तो ऐसा तो सीधा पहचान लेंगे कि अबे तू तो अभी साइकिल लेके गया। ओ वेट, साइकिल तो मैं लेके आया ही नहीं, मैं साइन करके आ गया। मैं साइकिल तो लेके आया ही नहीं अपनी। छोड़ो साइकिल का करना भी है। तो इधर एक बार्बर की शॉप है, वहाँ पर चल के जरा नकली दाढ़ी वगैरह खरीदते हैं। ये रही बार्बर की शॉप। चलो लेट्स गो। हेलो एक्सक्यूज मी, जरा हेयर स्टाइल बदल दो। हेयर स्टाइल तो खैर नहीं, लेकिन नकली दाढ़ी मुझे जरा लगा दो। ओह क्या बात है, इतनी आसानी से तो कोई नहीं पहचान पाएगा शायद। पता नहीं पुलिस वालों की नजरें अगर तेज हुई तो शायद एक बार में ही पकड़ ले। चलो भाई, अरे लेकिन मेरे को एक बैग भी तो चाहिए। ये कौन सा इलेक्ट्रीशियन है जो मस्टैंग से आ रहा है? नहीं मेरे को गाड़ी भी चेंज करनी पड़ेगी। सामने एक दूसरी गाड़ी है, वो लेते हैं। और आई होप कोई बैग वगैरह നമുക്കൊരു കാര്യം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പോലീസുകാരുടെ മുമ്പിൽ വെച്ച് നമ്മളിങ്ങനെ മറഞ്ഞു നടക്കണേ കുഴപ്പമില്ല. നമുക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ അതായിരിക്കും എനിക്ക് തോന്നിയ ഏറ്റവും നല്ലൊരു മാർഗം. ഓക്കെ ഗൈസ്, ഫൈനലി നമുക്കാണെങ്കിൽ ഒരു സേഫ് സ്പോട്ടും കാര്യങ്ങളൊക്കെ കിട്ടി ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറിയൊരു പണിയും കൂടെ കിട്ടി ഗൈസ്. നമ്മുടെ വണ്ടി ചെറുതായിട്ടൊന്ന് മറിഞ്ഞു, നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് വണ്ടിയിൽ നിന്ന് വീണു. അങ്ങനെയൊക്കെ നമ്മുടെ കണ്ണാടി അടക്കം പൊട്ടിപ്പോയി ഗൈസ്. അപ്പം നമ്മളിവിടെ വന്നൊന്ന് ഐഡിയ ആലോചിക്കാമെന്ന് വിചാരിച്ചാണ് ഗൈസ്. പക്ഷെ നമ്മൾ ആദ്യമേ വിചാരിച്ച ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രീഷ്യനായിട്ട് പോകാമെന്നായിരുന്നു ഗൈസ്. പക്ഷേ അന്നേരം എന്താ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം ഗൈസ്, നമ്മളെ ഇതെന്താണ് ഗൈസ്, കൊള്ളാലോ വണ്ടി. എന്തായാലും നമുക്ക് ഈ വണ്ടിയൊക്കെ എടുക്കണം. ഹെഡ്ലൈറ്റൊക്കെ വർക്ക് ചെയ്യണം. ഓക്കെ, അതല്ല നമുക്കിപ്പോൾ ഹെഡ്ലൈറ്റല്ല പ്രധാനം. അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എനിക്ക് തോന്നിയ ഐഡിയ എന്ന് പറഞ്ഞാൽ ഇലക്ട്രീഷ്യനായി പോകാനായിരുന്നു ഗൈസ്. പക്ഷേ ഈ ഐഡിയ വർക്ക് ആവണമെന്നില്ല ഗൈസ്. അപ്പോൾ എനിക്ക് അടുത്തൊരു ഐഡിയ കിട്ടി ഗൈസ്. നമുക്ക് എന്തുകൊണ്ട് അമ്മമാരുടെ ജയിലിനടിയിൽ ഒരു കുഴി കുഴിച്ചുകൂടാ എന്ന് പറഞ്ഞാൽ, അമർ ജയിലിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും നമ്മുടെ ഒരു താഴെ അപ്പുറം ഒരു മെട്രോടൊക്കെ അപ്പുറം ഒരു ടണലുണ്ട് ഗൈസ്. അവിടെ ആയിട്ടാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അമ്മമാരുടെ ജയിലിനടി എത്താൻ പറ്റും. കാരണം അതിരിക്കുന്ന ആ ടണലിൻ്റെ അടിയിലാണ് ഗൈസ്. അപ്പം നമുക്ക് ഗൈസ് നേരെ അങ്ങോട്ടും കാര്യങ്ങളൊക്കെ പോവാം ഗൈസ്. എനിക്ക് ഐഡിയ വർക്കാവുമെന്ന് അറിഞ്ഞുകൂടാ, എന്തായാലും വർക്കാവണം ഗൈസ്. പക്ഷേ നമ്മളാണെങ്കിൽ ഒരു തവണ പോലീസുകാരെ സ്പോട്ട് ചെയ്തായിരുന്നു ഗൈസ്. അപ്പോൾ പെട്ടെന്ന് ആണ് നമുക്ക് ഞാൻ പറഞ്ഞില്ല വണ്ടി പറഞ്ഞൊക്കെ, അപ്പോഴാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടിയത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ എങ്ങനെ നിന്നിട്ട് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ മുറിവൊക്കെ ഉണ്ടാവും, വിഷയമില്ല. വണ്ടി ഗൈസ്, ഈ വണ്ടി വേണ്ട ഗൈസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഈ വണ്ടിയിൽ നമ്മളെ സ്പോട്ട് ചെയ്താണ്. അപ്പോൾ നമുക്ക് വേറെ വണ്ടിക്ക് പോകാം ഗൈസ്. സൈക്കിള് ഗൈസ്, ഇത് നമ്മൾ ആ പോലീസ് സ്റ്റേഷനിൽ കണ്ട അതേപോലെ സൈക്കിളല്ലേ. എൻ്റെ മോനെ, അമ്മമാരുടെ അടുത്ത് തൂക്കി വിറ്റാ. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഈ കാർ എടുത്തോണ്ട് നേരെ നമുക്ക് ആ ടണലിൽ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ പോവാം ഗൈസ്. ഈ ഗേറ്റൊക്കെ ഇടിച്ച് തകർത്തോണ്ടങ്ങ് പോയേക്കാം. ഓക്കെ, പോട്ടെ അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മളങ്ങനെ ആ ടണലിൻ്റെ അവിടെ എങ്ങനെയുള്ള എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ വല്ല സ്യൂവറോ കാര്യങ്ങളോ വല്ല ഉണ്ടോയെന്നാണ് ഗൈസ്. ഫസ്റ്റ് നമുക്ക് അതും കാര്യങ്ങളൊക്കെ തപ്പി നോക്കാം ഗൈസ്. ഇവിടെ ഒരു ലാഡർ കാണുന്നുണ്ട്, നമുക്ക് അതിലൊന്ന് കയറി നോക്കാം. കറക്റ്റ് സ്പോട്ടാണോ അത്?
ആവണം ഗൈസ്, അല്ല പിന്നെ ഇവിടെ പോകാനാ. ഓക്കെ ഗൈസ്, അല്ല ഗൈസ് കുറച്ചുകൂടെ അപ്പുറമാണ് എൻ്റെ മുന്നോ കണ്ടു കഴിഞ്ഞ വിഷയം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോയിട്ടും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ലാഡർ കാണുന്നുണ്ട്. ഓ ഗൈസ് കറക്റ്റ് സ്പോട്ട്. ഇനി ഇവിടെ വല്ല സ്യൂർ വല്ലതും ഉള്ളതാണ് ഗൈസ് നമുക്കിനി അടുത്ത് തപ്പി കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ സ്യൂർ അതല്ല ഗൈസ്, അത് സ്യൂറൊന്നുമല്ല. ഇതിൻ്റെ ആ ഒരു കറക്റ്റ് സ്പോട്ടിലോട്ട് അങ്ങോട്ട് കയറിയിട്ട് വേണം ഗൈസ് സ്യൂറും കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇതാകുമ്പോൾ ഒരു ചെറിയ ഹൈറ്റ് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ നേരെ കയറി ഇങ്ങോട്ട് വന്ന്. ഓക്കെ, ഇവിടെ കുഴപ്പമില്ല. ഇനി ഇവിടെ വല്ല സ്യൂറ് ഗൈസ് ഇവിടെ ഒരു സ്യൂറും ഉണ്ട്. നമുക്ക് ആദ്യമേ ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും കാണാനൊന്നുമില്ല. പോലീസുകാരൊന്നും അധികം സ്പോട്ട് ചെയ്യത്തില്ല. അമ്മാരെയല്ലേ ഇവിടെ നിന്ന് ഓടിക്കണം. പോടോ. ഓക്കെ, അവനൊക്കെ ഓടിപ്പോയിട്ടുണ്ട്. എന്തായാലും നമുക്കിനി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം ഗൈസ്. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്കിനി കാൽക്കുലേറ്റ് ചെയ്യണം ഗൈസ്, എങ്ങോട്ട് പോയാൽ ഷിൻചാൻ്റെ ഒക്കെ ജയിൽ കണ്ടുപിടിക്കാമെന്ന്. അതാണ് ഗൈസ് നമുക്കിനി അടുത്ത് ചെയ്യാനുള്ളത്. ഓക്കെ ഗൈസ്, അപ്പം അവിടെ ചെറിയൊരു ഇത് കാണുന്നുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു ഗൈസ് ആ റോഡിൻ്റെ ആ ഒരു ഭാഗമാണ് ഗൈസ്. അപ്പം അങ്ങോട്ടല്ല നമുക്ക് പോകേണ്ടത്, നമുക്ക് ഈ ഒരു സൈഡ് ഭാഗത്തോട്ടായിരുന്നു പോകേണ്ടത്. ഓക്കെ ഗൈസ്, നമുക്ക് ഫസ്റ്റ് ഇതെല്ലാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഗൈസ്. നമ്മളാണെങ്കിൽ ഫൈനലി ഇവിടെ ആയിട്ടാണ് ഗൈസ് സ്പോട്ട് കണ്ടുപിടിച്ചത്. ഈ മുകളിലത്തെ ടൈലിൻ്റെ സൈഡാണ് ഗൈസ് എന്ന് പറഞ്ഞാൽ ഈ ജയിലിൻ്റെ അവിടെ ആയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെയും കാര്യങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കാം. എന്തായാലും നമ്മൾ ഈ ഹാമർ എടുത്തുകൊണ്ട് പൊട്ടിക്കുന്ന ഇച്ചിരി ടൈം എടുക്കും ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു വണ്ടിയും കാര്യങ്ങളൊക്കെ റോട്ടിൽ നിന്ന് കാര്യങ്ങളൊക്കെ കിട്ടി ഗൈസ്. അതൊക്കെ എടുത്താണ് നമ്മളിപ്പോൾ അതിൻ്റെ മുകളിൽ കയറുന്നതാണ് നമ്മളിപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത്. ഈ ഹാമർ വെച്ച് പൊട്ടിച്ചാലൊന്നും നടക്കുകയല്ല ഗൈസ്. മറ്റേ ഡ്രില്ല് തന്നെ എടുത്തുകൊണ്ട് വരണം. അപ്പോൾ എന്തായാലും ഞാൻ പോയി ഡ്രില്ലൊന്ന് എടുത്തുകൊണ്ട് വരാം. ഓക്കെ, നമ്മൾ ഡ്രില്ല് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ അറിയാതെ ഉണ്ടല്ലോ ഗൈസ്, ചെറുതായിട്ടൊന്ന് വണ്ടിയൊന്ന് വീണ് പോയി. അത് കുഴപ്പമില്ല. ഫൈനലി ഗൈസ് നമ്മൾ അവിടെ തുളയിട്ടുകൊണ്ടാണ് ഗൈസ് നമ്മൾ താഴെ പോയത്. ഓക്കെ, എൻ്റെ അമ്മോ, ഞാൻ ഓർത്തു എടാ പിള്ളേരെ സുഖമല്ലേ? ഫ്രാങ്ക്ലിൻ പോയി ഇങ്ങനെയാ ഫ്രാങ്ക്ലിൻ പോയി ഇവിടെ വന്നേ. നിന്നെയൊക്കെ ഞാൻ വീട്ടിൽ വന്നിട്ട് ശരിയാക്കി തരാം. എൻ്റെ തൊണ്ടയും പോയി. നിന്നെയൊക്കെ ഞാൻ ശരിയാക്കി തരാം. മര്യാദയ്ക്ക് വന്ന് ഇതിലെ കൂടെ വന്നോ, അല്ലെ പോലീസുകാർ വല്ലതും വന്നു കഴിഞ്ഞാൽ തീർന്നു മോനെ. അവിടെ ഒന്നും പോലീസുകാരില്ലല്ലോ അല്ലേ? കേസ് വേഗം വാട ഇങ്ങോട്ട് വന്നിട്ട് ബാക്കി കാര്യം പറയാം. ഓക്കെ കേസ്, നമ്മളാണ് ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ആ പിള്ളേർ ഇത് എവിടെ? ഓക്കെ കേസ്, അങ്ങനെ ഫൈനലി നമ്മൾ അവന്മാരെ എത്തിച്ചിട്ടുണ്ട്. എടാ വണ്ടിക്ക് അകത്ത് കയറ പൊട്ടന്മാർ, വണ്ടിക്കകത്ത് കയറാ ഒന്ന് വണ്ടിയുടെ അകത്ത് കയറ് പ്ലീസ്. ഓക്കെ, സമ്മാര് പുറത്തിറങ്ങിയിട്ടുണ്ട്. എടാ ഒന്ന് കയറാ. എവിടെയെങ്കിലും പോയി വണ്ടി ഇവിടുന്ന് കിട്ടി അതൊക്കെ പറയാം. നീ ആദ്യം വണ്ടിക്കകത്ത് കയറ്. ഇവന്മാരെ രക്ഷിച്ചുകൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ടാസ്ക്കാണ് ഗൈസ്. എന്തായാലും അവർ ഉടനെ കണ്ടുപിടിക്കും നമ്മൾ പോയ വഴി. പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഗൈസ്, ഒരു കുഴപ്പമുണ്ട് ഗൈസ്. കാരണം നമ്മൾ ഇത്രയും നേരവും ഒരു ഇലക്ട്രീഷ്യൻ്റെ വേഷം കിട്ടിയില്ല ഗൈസ് നടന്ന്. അപ്പം അതുകൊണ്ട് അവരെ ഒരു ഇലക്ട്രീഷ്യനായിട്ടേ സംശയിക്കുള്ളൂ. സോ ഞാൻ ഇലക്ട്രീഷ്യനായിട്ട് ചെറുതായിട്ട് വേറൊരാളെ, എൻ്റെ ഒരു ചെറിയൊരു ഡമ്മിയുടെ ഷേപ്പ് ഡേപ്പിച്ച ഒരാളെ പോലീസ് സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറ്റി വിട്ടായിരുന്നു ഗൈസ്. എന്നിട്ടാണ് ഈ ഷിൻചാനെയൊക്കെ ഒന്ന് നിരീക്ഷിക്കാൻ വേണ്ടി വിട്ടായിരുന്നു. അപ്പം ഇനി ആ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ആൻഡോസുകാരനല്ല ഗൈസ്. പുള്ളി അങ്ങ് നോർത്ത് ലണ്ടൻകാരനാണ്. അപ്പം നോർത്ത് ലണ്ടൻ പോലീസുകാർ ഓൾറെഡി പുള്ളിനെ പിടിച്ചതാണ്. ഓക്കെ, അപ്പം പുള്ളി ജസ്റ്റ് വന്ന് എൻ്റെ കൈപ്പെട്ടു. ഞാൻ പുള്ളിനെ ഭീഷണിപ്പെടുത്തി. പുള്ളിനെ ഞാനങ്ങ് എന്ത് ചെയ്തു വൈസ് അകത്തോട്ട് വിട്ടു. എന്നിട്ട് പുള്ളിനെ ഞാൻ തട്ടിക്കളഞ്ഞു. അപ്പോൾ പിന്നെ ആർക്കും ഒരു എവിഡൻസും ഇല്ല. അതാണ്. എന്നിട്ട് പിന്നെ പുള്ളിയുടെ ബോഡി ഞാൻ ഇവിടെ എവിടെയോ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ വിഷയവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് നേരെ ലെറ്റ്സ് ഗോ. അതാണ് ഗൈസ്. ഇവിടെ പൊന്ന് ഷിൻചാൻ പിഞ്ചാൻ നിനക്കെട്ടൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പം ഇവന്മാർക്ക് എന്ത് ശിക്ഷ വേണമെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. वीडियो में गुड बाय.